Let's smile with Kerala Blasters performing well. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാഗമായി 2014 കേരള ബ്ലാസ്റ്റേഴ്സ് പിറവിയെടുക്കുന്നത്. ഉടമകൾ ക്രിക്കറ്റ് സൂപ്പർ താരം സച്ചിൻ ടെണ്ടുൽക്കറും വ്യവസായിയായിട്ടുള്ള പ്രസാദ് വി പൊട്ട്ലേരിയുമായിരുന്നു. പിന്നീട് 2016 മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലബിന്റെ 80% ഓഹരി വാങ്ങി. 2018 സച്ചിൻ തന്റെ 20% ഓഹരികളും മാഗ്നത്തിന് വിറ്റു. ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നടത്തിപ്പിനായി ഒരു വർഷം 45 മുതൽ 50 കോടി വരെ ചിലവ് വരും. ഓരോ വർഷത്തിലും 10 കോടി നഷ്ടത്തിലാണ് ക്ലബ്ബെന്നും വിവരമുണ്ട്. കൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അനിശ്ചിതത്വം ഉടമകളെ ക്ലബ്ബ് വിടുന്നതിന് പ്രേരിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കേരള ടീമിന്റെ ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ഗാലറികൾ ISLലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ളതും ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് അത് മഞ്ഞപ്പട തന്നെയാണ്. എന്നാൽ ഇതുവരെ കിരീടം നേടാനാകാത്തതും താരങ്ങളുടെ ട്രാൻസ്ഫറിലടക്കമുള്ള മോശം തീരുമാനങ്ങളും ക്ലബ്ബും ആരാധകരും തമ്മിലുള്ള ബന്ധം വഷളാക്കി. ടീമിന്റെ മത്സരങ്ങൾ മഞ്ഞപ്പട ബഹിഷ്കരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. കഴിഞ്ഞ സീസണിലടക്കം ഗാലറിയിലേക്ക് ആരാധകർ കൂട്ടമായി എത്തിയില്ല. ഇതിന് പിന്നാലെയാണ് ISL പ്രതിസന്ധിയിലായതും ക്ലബിന്റെ കൈമാറ്റത്തിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് ഉടമകൾ എത്തിച്ചേർന്നതും. ISLൽ ടാറ്റ ഗ്രൂപ്പിന്റെ ജംഷഡ്പൂർ FCക്ക് മാത്രമാണ് അല്പമെങ്കിലും സാമ്പത്തിക ലാഭമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ളത്.